മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തീർത്ഥാടനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പടയാളികളിൽ ഒരുവൻ മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചുമന്ന മേലങ്കി അവനെ അണിയിച്ചു. യഹൂദന്മാരുടെ രാജാവേ, നിനക്ക് സുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ പ്രഹരിച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷകളും ആശകളുമായിരുന്നു. ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന മദർ തെരേസ മഠത്തിൽ പോകുവാനുള്ള തൻ്റെ ആഗ്രഹത്തെ പട്ടാളക്കാരനായ തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നു ഇത്. അപ്പോൾ മദർ തെരേസ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, 20 ലക്ഷം വരുന്ന അൽബേനിയയിലെ സോഗ് ചക്രവർത്തിയുടെ പട്ടാള ഉദ്യോഗസ്ഥനായി അദ്ദേഹത്തെ ആണ് അങ്ങ് സേവിക്കുന്നത്. ഞാൻ രാജാതിരാജനായ സകലത്തിൻ്റെയും രാജനായ ക്രിസ്തുവിനെ സേവിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുരാജൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യാതൊരുവിധ യുദ്ധങ്ങൾ നടത്താത്തതും പടക്കോപ്പുകൾ സ്വീകരിക്കാത്തതും മനുഷ്യദൃഷ്ടിയിൽ ആരെയും ഉപദ്രവിക്കാതെയും രക്തചിന്തൽ നടത്താതെയുമാണ് ക്രിസ്തുരാജൻ രാജാതിരാജനായി കടന്നു വന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അത് സ്നേഹം മാത്രമായിരുന്നു എന്നുള്ളതാണ്. അസുരതയുടെ ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഇന്നിൻ്റെ ലോകത്ത് രാജാക്കന്മാരും രാജാക്കന്മാരുടെ മാനദണ്ഡങ്ങളും മാറി മാറി വന്നു. രാജാക്കന്മാർ മറ്റുള്ളവരുടെ ജീവിതം ബലിയായിട്ട് നൽകിക്കൊണ്ടാണ് അവർ രാജ്യം നേടിയെടുത്തത്. അങ്ങനെ രാജ്യങ്ങൾ നേടിയെടുത്ത രാജാക്കന്മാരുടെ ചരിത്രം 11-ാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് ഹൃദയവേദനാജനകമായപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങൾ ക്രിസ്തീയ മതമേധാവിത്വത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു രാജാവിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. രാജാതിരാജനായ ക്രിസ്തുരാജൻ്റെ ചരിത്രം. യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത് സകലവിധ അധികാരങ്ങളോടും രാജ്യം മുഴുവൻ നേടാൻ കഴിവുള്ള ഒരു ശക്തനായ രാജാവ്, അതായത് ദാവീദിൻ്റെ സിംഹാസനത്തിന് തുടർച്ചയായിട്ട് എന്ന് വന്നോണം കടന്നു വരാൻ സാധിക്കുന്ന ഒരു ശക്തനായ രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ മുന്നിലേക്ക് തികച്ചും വ്യത്യസ്തനായ 22-ാം സങ്കീർത്തനത്തിലും ഏശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിലും പ്രതിപാദിക്കുന്ന നിഷ്കളങ്കനായ ഒരു രാജാവ് വിനീതനായിട്ട് കടന്നു വരുന്നത്. ആ രാജാവിനെ ഉൾക്കൊള്ളുവാൻ മാത്രം അവരുടെ ഹൃദയം വിശാലമായിരുന്നില്ല. എന്നാലും 3 തരത്തിലുള്ള വ്യക്തികൾ ഈശോയുടെ രാജ്യത്തെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയുടെ ഭൗമിക ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തികളിലൂടെയാണ്. ഒന്നാമതായിട്ട് കിഴക്കുള്ള നക്ഷത്രം ദർശിച്ച് ഈശോയെ ദർശിക്കാനായിട്ട് വന്ന ജ്ഞാനികളെ ആണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്ന് അവിടേക്ക് എത്തുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് പാൽമണമുള്ള നിഷ്കളങ്കനായ ഒരു പിഞ്ചു പൈതലിനെയാണ്. ആ പിഞ്ചു പൈതൽ വളർന്നു വരുമ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന രാജാവായി മാറുമെന്ന് അവർക്ക് ഉറപ്പായിട്ടും ബോധ്യമായി. അതിൽ രാജ്യത്തെ ദർശിച്ച അവർ ക്രിസ്തുവിൻ്റെ മുന്നിൽ പൊന്ന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യത്തെ ഏറ്റുപറയുന്നു. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് തികച്ചും നിഷ്കളങ്കരായ ശിശു നൈർമല്യത്തോടു കൂടിയുള്ള മനുഷ്യരായിരുന്നു. ഈശോ കഴുതയുടെ പുറത്ത് രാജകീയ പ്രവേശനം നടത്തുമ്പോൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും അതുപോലെ തന്നെ ഇലകളും പച്ചിലകളും വിരിച്ച് ഈശോയ്ക്ക് വേണ്ടി ആ വഴിയൊരുക്കിയ ആ മനുഷ്യരെയാണ്. അവർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ശിശു സഹജമായ നിഷ്കളങ്കതയും നൈർമല്യവുമുള്ള മനുഷ്യരെയാണ്. അവർ ഈശോ രാജകീയ പ്രവേശനം നടത്തുമ്പോൾ പച്ചിലകൾ വിരിച്ചുകൊണ്ടും തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചുകൊണ്ടും ഈശോനാഥന് ഓശാന പാടുന്നു. ആ ഓശാന വിളികളുടെ മധ്യത്തിലൂടെ ഈശോനാഥൻ കഴുതപ്പുറത്ത് നിഷ്കളങ്കനായി പ്രവേശിക്കുമ്പോൾ അവിടെയും ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചാണ് ഏറ്റുപറയുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്ന ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് ബലിയായിത്തീർന്ന ആ കള്ളനാണ്. അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കുന്നത് ആ കുരിശിലെ ബലിയുടെ സമയത്താണ്.
അവൻ്റെ അകൃത്യങ്ങളുടെ ഫലമായി തന്നെയാണ് അവൻ ബലിയായിട്ട് മാറുന്നത്. അപ്പോൾ ആ സമയം അവൻ ഈശോയോട് ചോദിക്കുന്നു, അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി അങ്ങയുടെ രാജ്യത്തിൽ ഓർക്കണമേ എന്ന്. ഒരു ആഴമായ മാനസാന്തരത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ അവനും അവിടെ ക്രിസ്തുവിൻ്റെ രാജ്യത്വം ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 3 വിഭാഗത്തിലുള്ള ആൾക്കാരുടെ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ ശിശുസഹജമായ നൈർമല്യത്തിൻ്റെയും ആഴമായ മാനസാന്തരത്തിൻ്റെയും അനുഭവമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആംഗലേയ സാഹിത്യകാരനായ ആൻ്റണി കോളിൻസിൻ്റെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കുറിച്ചു വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, വൃദ്ധനായ ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നുവെന്ന്. ദേവാലയത്തിലേക്ക് പോകുന്ന ആ മനുഷ്യനോട് വീണ്ടും ചോദിക്കുന്നു, അങ്ങ് എന്തിനു വേണ്ടി ദേവാലയത്തിൽ പോകുന്നുവെന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ ഈ മനുഷ്യനെ കളിയാക്കിക്കൊണ്ട് ആൻ്റണി ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം വലിയവനോ ചെറിയവനോ എന്ന്. അപ്പോൾ ഈ അക്ഷരാഭ്യാസമില്ലാത്ത നിഷ്കളങ്കനായ ആ വൃദ്ധൻ ആൻ്റണിയോട് പറയുന്നു, എൻ്റെ ദൈവം എന്ന് പറയുന്നത് സ്വർഗങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധം അത്ര വലിയവനും അതുപോലെ തന്നെ എൻ്റെ കൊച്ചു ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തക്ക വിധം ചെറിയവനുമാണ് എന്നുള്ളത്. അവിടെ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് ആ മനുഷ്യനിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അനുദിനം വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന ഈശോനാഥനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകുന്നുണ്ടോ? സ്വർണ്ണ സക്രാരിയിൽ ഈശോയെ പൂട്ടിയിട്ടുകൊണ്ട് നാം വീണ്ടും വീണ്ടും ഈശോയെ വീർപ്പുമുട്ടിക്കുകയാണോ? നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഈ ക്രിസ്തുരാജൻ തിരുനാളിൻ്റെ ദിവസത്തിൽ നമുക്ക് ഈശോനാഥന് പ്രവേശനം അനുവദിച്ചുകൊണ്ട് നമുക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഹോൾമാൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്, പ്രകാശം. ആ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന വിവരണം ഇപ്രകാരമാണ്. ക്രിസ്തുനാഥൻ ഒരു ഡോറിൽ മുട്ടുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. ആ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുനാഥന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ആ ഡോറിന് പുറത്തു നിന്നും പിടിവെച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം അതിൻ്റെ ആ അർത്ഥത്തെ ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നത്, ആ ഡോറിന് അകത്തു നിന്ന് മാത്രമാണ് പിടിയുള്ളത്. ആ ഡോർ തുറന്നു കൊടുക്കണമെങ്കിൽ ഉള്ളിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് മാത്രമാണ് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നിലേക്ക് ഞാൻ പ്രവേശിക്കുവാനായിട്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരിക എന്നുള്ളത്. അങ്ങനെ തുറന്നു തരുവാനായിട്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഇടം കൊടുക്കുവാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാതിരാജനായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ തിരുനാൾ ദിവസത്തിൽ ക്രിസ്തുവും രാജാവുമായ ആ ക്രിസ്തുവിനെ നമ്മുടെ രാജാതിരാജനായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.